Good afternoon, everyone. iTech India welcomes all the participants for today's Regional Distance Learning Seminar Series. Today's topic is Introduction to Dolutegravir-based regimens and Phase 1 Transition Plan, and the speaker is Dr. A.S. Vallan. Dr. A.S. Vallan is the Public Health Specialist, Infectious Diseases with CDC India Country Office. We welcome you, sir, for today's session. Thank you, Shweta, for the introduction. So first of all, I thank ഈ RDLS പ്രോഗ്രാമിലെ എല്ലാവർക്കും സ്വാഗതം. So first of all, I would like to thank each one of the ART Center staff. എല്ലാ ART Center staffനും വളരെ നന്ദി, because this is a very critical situation, and during this pandemic, like you all people are like working committed towards like delivering all the services. നമ്മൾ PLHAവിന് വേണ്ടി എല്ലാവരും ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ യെസ്റ്റർഡേ 2 days back I had a call with your SACS people. സോ അപ്പോൾ സാക്സിലും പറഞ്ഞു ലൈക്ക് എല്ലാ ART സെൻറ്ററും ഫങ്ഷനിലാണ്. നമ്മൾ എല്ലാവർക്കും എത്ര ഇത് കുഴിയെ എങ്ങനെയെങ്കിലും ഇത് കൊടുത്തയക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് റിയലി commendable work. Like thank you all for your commitment and dedication for service to all the people living with HIV in the Kerala state. So നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, like this has also shown that like how ART center can effectively, like even in whatever stressful situation, എന്ത് സ്ട്രെസ് ആയെങ്കിലും നമ്മൾ എങ്ങനെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യാം സർവീസസ് അങ്ങനെയുള്ളതിന് ലൈക്ക് ART center people are like a very good example. And with this thanks note, like നമ്മൾ സെഷനിലോട്ട് പോകാം. And today's session will be mainly I will be discussing about നമ്മൾ ഇപ്പം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും ഒരു നമ്മൾ ഡൊലുറ്റിഗ്രാവിർ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഡ്രഗ് പ്രോഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് നാക്കോയിൽ. സോ എന്തിനാണ് ഈ പുതിയ ഡ്രഗ് നമ്മൾ നാക്കോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഫാർമക്കോളജിയും ബെനിഫിറ്റ്സും എന്തൊക്കെയാണ്, ആൻഡ് ഈ റെജിമെൻ ഫസ്റ്റ് ലൈനിലും സെക്കൻഡ് ലൈനിലും തേർഡ് ലൈനിലും നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു, ഈ HIV TB പിന്നെ ഹെപ്പാറ്റൈറ്റിസ് പിന്നെ ഇത് നമ്മൾ PPTCT മദേഴ്സിനൊക്കെ നമ്മൾ എങ്ങനെ ഈ ഡ്രഗ്സ് കൊടുക്കണം, ഇതിന് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണോ, ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ചേഞ്ചസ് ഒക്കെ ചെയ്ത് കൊടുക്കണം, ഇതിനെക്കുറിച്ചും പിന്നെ ഈ ഡൊലുറ്റഗ്രാവിർ ഡ്രഗ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിന് നമ്മൾ എങ്ങനെ കൊടുക്കാൻ പോകുന്നു. ആൻഡ് ആൾറെഡി പീപ്പിൾ ആർ ഓൺ ടെനോഫോവിർ ബേസ്ഡ് റെജിമെൻ അല്ലെങ്കിൽ PI ബേസ്ഡ് റെജിമെൻ ഉള്ളവർക്ക് നമ്മൾ ആസ് എ ട്രാൻസിഷൻ പ്ലാൻ എങ്ങനെ നമ്മൾ ഇത് സ്വിച്ച് ചെയ്യാൻ പോകുന്നു, ലൈക്ക് ഹൗ വി ആർ ഗോയിങ് ടു ട്രാൻസിഷൻ ഡൊലുറ്റഗ്രാവിർ ബേസ്ഡ് റെജിമെൻ. ആൾറെഡി സം പീപ്പിൾ ഓൺ യുവർ തേർഡ് ലൈൻ ആൻഡ് സെക്കൻഡ് ലൈൻ ART അല്ലെങ്കിൽ alternate first line ART, so they will be already on raltegravir based regimen or like some other regimens will be there. So ഈ പേഷ്യൻസിനൊക്കെ നമ്മൾ എങ്ങനെ ഒരു ഫേസ്ഡ് മാനർ ആയിട്ട് ട്രാൻസിഷൻ ചെയ്യാൻ പോകുന്നു, ഇതിനെക്കുറിച്ച് ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, നിങ്ങൾക്കൊക്കെ അറിയാം ഈ സൈഡിൽ ചാറ്റ് ബോക്സ് ഉണ്ട്, ഈ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ലൈക്ക് ഐ വിൽ ട്രൈ ടു ആൻസർ ലൈക്ക് ബൈ ഡ്യൂറിങ് ദ സെഷൻ, അല്ലെങ്കിൽ സെഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം വി വിൽ ഡെഡിക്കേറ്റ് സം ടൈം ഫോർ ഡിസ്കഷൻ. So now let's move on to the session. So why dolutegravir based regimen നമ്മൾ നാക്കോ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന in the പ്രോഗ്രാമിൽ. സോ എന്തെന്ന് വെച്ചാൽ ലൈക്ക് ഈ ഡൊലുറ്റഗ്രാവിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദിസ് ഡ്രഗ് പെട്ടെന്ന് നമുക്ക് വൈറൽ സപ്രഷൻ വരും, ലൈക്ക് വെരി റാപ്പിഡ്ലി വൈറൽ സപ്രഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഈ ഡ്രഗ്സ് കൊടുക്കുന്നത് കൊണ്ട്. ഈ ഡ്രഗ്സിലുള്ള അഡ്വേഴ്സ് റിയാക്ഷൻസും ലൈക്ക് സൈഡ് എഫക്ട്സും വളരെ കുറവാണ്. ആൻഡ് ഇത് ഭയങ്കര പൊട്ടൻറ്റ് റെജിമൻ ആണ്, ലൈക്ക് ഇപ്പോൾ ഇരിക്കുന്നതിൽ വൺ ഓഫ് ദ മോസ്റ്റ് പൊട്ടൻറ്റ് റെജിമൻ ആണ്, ലൈക്ക് ഇന്റർനാഷണലി സ്റ്റഡീസ് ഒക്കെ ചെയ്ത് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ വേറെ ഈ ഡ്രഗ് ഇന്ററാക്ഷൻസ് ഒക്കെ വളരെ കുറവാണ്. സോ നമ്മളിപ്പം മറ്റേ ഡ്രഗ്സ് ഒക്കെ എടുത്താലും വേറെ ഇപ്പോൾ ചില ഗുളികൻ്റെ കൂടെ കൊടുക്കുമ്പോൾ, TBൻ്റെ ഗുളികൻ്റെ കൂടെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഹെപ്പാറ്റൈറ്റിസിൻ്റെ വേറെ ഗുളികയിൽ കൊടുക്കുമ്പോൾ സോ ഇന്ററാക്ഷൻസ് ഒക്കെ വളരെ കൂടുതലാണ്. സോ പക്ഷേ ഈ ഡൊലുറ്റഗ്രാവിർ ഡ്രഗിൽ സോ അസ് പെർ ദ കറണ്ട് എവിഡൻസ് ഇതിൻ്റെ സൈഡ് എഫക്ട്സും ഡ്രഗ് ഇന്ററാക്ഷൻ വേറെ ഡ്രഗ്സിൻ്റെ കൂടെ ഡയബറ്റിക്സ് മെഡിസിൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഡ്രഗ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ എപ്പിലെപ്സി ഡ്രഗ്സിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ ദർ ആർ സൈഡ് എഫക്ട്സ്, ബട്ട് മറ്റ് ഡ്രഗ്സിനെക്കാട്ടിലും ഇതിന് വളരെ കുറവാണ്. ആൻഡ് ഇറ്റ് ഹസ് ഗോട്ട് എ ഹൈ ജനറ്റിക് ബാരിയർ ഫോർ റെസിസ്റ്റൻസ്. സോ ഇതിന് റെസിസ്റ്റൻറ്റ് വരാൻ സാധ്യതകൾ മിക കുറവാണ്. ലൈക്ക് സോ ഇറ്റ് ഹാസ് ജനറ്റിക് ബാരിയർ അറ്റ് എ വെരി ഹൈ ലെവൽ.
ഇത് ഈ ഡ്രഗ് HIV-1 കൊടുക്കാം, HIV-2 കൊടുക്കാം, ആൻഡ് ഓൾസോ ഫോർ ബോത്ത് HIV-1 and 2 ഇൻഫെക്ഷൻ ഉള്ളവർക്കും ഈ ഡ്രഗ് കൊടുക്കാൻ പറ്റും. ആൻഡ് എല്ലാ പോപ്പുലേഷനിലും ലൈക്ക് എക്സെപ്റ്റ് പീഡിയാട്രിക് പോപ്പുലേഷൻ വിച്ച് ആർ ലെസ് ദാൻ 10 years old, മറ്റേ എല്ലാ പോപ്പുലേഷനിലും ഹൈ റിസ്ക് ഗ്രൂപ്പ്സിലും കീ പോപ്പുലേഷൻ എല്ലാവർക്കും ഈ ഡ്രഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇതിന് ബിക്കോസ് ഓഫ് ഈ റീസൺസ് കൊണ്ടാണ് NACO is considering for switching to a dolutegravir based regimen. So ഇതിന് നമുക്ക് scientific evidence എന്തൊക്കെ ഉള്ളതെന്ന് നോക്കിയാലും there was a single study of ART naive patients which was like published in 2015. So ഈ study നോക്കിയാൽ so they compared dolutegravir abacavir 3TC regimenum പിന്നെ tenofovir FTC efavirenz regimen രണ്ടേയും അവർ statistically നോക്കിയപ്പോൾ so this like 48 weeks നോക്കിയാൽ so 88% of the people who are on dolutegravir based regimen, they had undetectable viral load. Undetectable viral load എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം either it is less than 1000 copies per ml or target not detected. So അങ്ങനെ result ഉള്ളവർ like 80 ഇപ്പം tenofovir this emtricitabine and efavirenz based regimen ഉള്ളവർക്ക് 81% of the people had undetectable viral load, but this was 7% കൂടുതൽ 88% പേർക്ക് viral load was undetectable if they are on the dolutegravir based regimen. അതേപോലെ after 96 weeks 96 ആഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ so again the viral load like suppression was like viral load was undetectable in 72% if you are on a tenofovir based regimen, but 80% people were still suppressed at the end of 96 weeks if they were on a dolutegravir based regimen. And it achieves viral suppression sooner than efavirenz, like average 4 weeks. Like ഇത് already നമ്മൾ പറഞ്ഞതുപോലെ rapid ആയിട്ട് viral suppression ഈ dolutegravir based regimenൽ ഉണ്ടായിട്ടുണ്ട്. So this study proved that like this is a superior regimen than a tenofovir, emtricitabine and efavirenz based regimen. So this graph, this is what I was explaining. So it was statistically also much superior. And at the end of 48 weeks, at the end of 96 weeks, so this regimen was like much more superior for sustaining the viral load and suppressing the viral load so that like complete viral suppression was there in most of the patients. So വേറെ ഒരു important ഇതിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ this single study also noted that abacavir based like dolutegravir regimen was better tolerated than tenofovir, emtricitabine and efavirenz. So it has tenofovir, emtricitabine, efavirenz കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം like there are side effects with tenofovir, emtricitabine and efavirenz. Like what all are the common side effects of tenofovir? Can you please type? So tenofovir in the side effects എന്തൊക്കെയാണ്? Tenofovir and efavirenz. Like what are the side effects of tenofovir? What are the side effects of efavirenz? Common side effects. So only ART Calicut is typing. So let me wait for some time. Just you can at least type one side effect of tenofovir, one side effect of efavirenz, like most commonest side effects. So നിങ്ങളുടെ ART സെന്ററിൽ tenofovir, efavirenz based regimenൽ ഇരിക്കുന്ന patients why they discontinue ART? Like what is the most common side effect which make them discontinue ART? So one is like tenofovir can cause like tenofovir based regimen കൊടുക്കുമ്പോൾ renal toxicities വരാം, പക്ഷേ renal toxicities വളരെ കുറവാണ്, but it can come in tenofovir based regimen. You are very right. And with efavirenz you may get like psychiatric illness, like psychotic spells and things like that. And you can get like little bit disturbance of sleep and all those things like hypersomnolence can be there, insomnia can be there. So all those things can be there in
efavirenz based regimen. Very right. So but ഈ dolutegravir നോക്കിയാൽ dolutegravir based regimen നോക്കിയാൽ, so abacavir you know very well, like if tenofovir is not tolerated in renal patients, we give abacavir. So abacavir, lamivudine and dolutegravir based regimen കൊടുത്തപ്പോൾ ഇതിന്റെ ഡിസ്കണ്ടിന്യൂവേഷൻ, സൈഡ് എഫക്ട്സ് കൊണ്ട് ഡിസ്കണ്ടിന്യൂവേഷൻ ചെയ്യുന്ന ചാൻസസ് വളരെ കുറവായിരുന്നു. like 2% discontinued dolutegravir based regimen versus 10% discontinued tenofovir efavirenz based regimen at the end of 48 weeks. അതേപോലെ 3% discontinued at the end of 96 weeks and 11% discontinued at the end of 96 weeks. Like if you compare dolutegravir efavirenz based regimen compare ചെയ്താൽ, so it is very evident that, so നമുക്ക് ART സെന്ററിൽ നമുക്ക് അറിയാം, like സൈഡ് എഫക്ട്സ് കുറവാണെങ്കിൽ പേഷ്യന്റ് ടോളറേറ്റ് ചെയ്യും, then they will not stop the ART. അല്ലെങ്കിൽ അവർ സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അവർ അതുകൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യും. സോ ഇത് ഞാൻ ആൾറെഡി എനിക്ക് ഒരു പ്രശ്നവും ഇല്ലാതിരുന്നു, ഇപ്പൊ ഞാൻ ഗുളിക കഴിച്ചതിന് ശേഷം ഈ സൈഡ് എഫക്ട്സ് വന്നു. സോ എന്തുകൊണ്ട് ഞാൻ ഗുളിക കഴിക്കണമെന്ന് വിചാരിച്ചിട്ട്, ഇഫ് യു ഡോണ്ട് കൗൺസിൽ ദം പ്രോപ്പർലി ദേ മേ stop taking ART. So but this regimen was well tolerated, so the chances of discontinuation of drugs was like very less as compared to efavirenz and tenofovir based regimen. Coming to the different studies, എങ്ങനെ അവർ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു, ഈ ഡ്രഗ് മറ്റു ഡ്രഗ്സിനെ കാട്ടിലും ഈ ഡ്രഗ് dolutegravir based regimen മറ്റു റെജിമെനെ കാട്ടിലും ലൈക്ക് എങ്ങനെ ബെറ്റർ ആണെന്ന് അവർ മൾട്ടിപ്പിൾ സ്റ്റഡീസ് വെച്ചാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ സിംഗിൾ സ്റ്റഡി already we discussed. So it was done in ART naive patients, so no integrase inhibitor or NRTA resistance through 48 and 96 weeks through dolutegravir. So this has very clearly proved that there was no resistance for either for integrase inhibitor nor for NRTIs. So then the next study is SPRING study. This was also done in ART naive patients for 822 patients. This study also proved that no integrase inhibitor resistance or like NRTA resistance through 48 or 96 weeks with dolutegravir. So Flamingo study with 484 patients, there is no emergence in INI or NRTA mutations through 48 weeks with dolutegravir. And sailing study which proved that in treatment, this ഈ ആദ്യത്തുള്ള 3 സ്റ്റഡീസും ART പുതിയതായിട്ട് കൊടുക്കുന്ന പേഷ്യൻസിന് ചെയ്തതാണ്. So in sailing study, it was given for the patients, those who are already treatment experienced and but they were never exposed to a integrase inhibitor like raltegravir or dolutegravir. ഇല്ലാതെ മറ്റ് ഡ്രഗ്സ് ആൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത പേഷ്യന്റിലും very few resistant mutations with dolutegravir than raltegravir. So and 1% versus 5% through 48 weeks. So ഇതിൽ റെസിസ്റ്റൻസ് കുറവാണ്. പക്ഷേ and again നമ്മൾ raltegravirum dolutegravirum രണ്ടും കമ്പയർ ചെയ്താൽ, if you are giving raltegravir, the resistant mutations were only 1% noted in the ART experienced patient also. So this very clearly നമുക്ക് ഇത് അറിയാം, ഈ ഡ്രഗ് റെസിസ്റ്റന്റ് ജനറ്റിക് ബാരിയർ വന്നിട്ട് ഹൈ ആണ്. So the chances of getting resistance to give this drug is like on 48 weeks was like very less based on, and 96 weeks based on some other like first 2 studies, that the genetic barrier namakku to resistance was like very high. So this drug is like less prone for acquiring resistance very quickly. So that's why they have decided to have this drug in the program. So these are the pharmacological evidences which clearly states that this drug is superior, this drug based regimen is superior than the other drugs. So current dolutegravir data namakku pregnancy lo newborn lo nokkiyapo, so there was a study done in Botswana. This is a SEMPAMO study. So this SEMPAMO study takes place at 8 of the largest maternity care hospitals. Botswana il irikkunna 45% of the deliveries vanittu ee 8 hospital-ilana idu nadakkunnathu. So early analysis അവർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, there like out of all the people like 462 women taking dolutegravir, so 4 പേർക്ക് അവർ 4 പേരുടെ കൊച്ചുകളിന് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് they found. So ഇത് ഇനീഷ്യൽ പീരിയഡിലാണ്. പക്ഷേ ഈ സ്റ്റഡി പ്രോഗ്രസ് ചെയ്തപ്പോൾ then they have found out that the prevalence has declined from like 4 to like less. Like initially it was 0.9% and then it got reduced to 0.3%. So 5 of the 1683. So they enrolled more women like during a course of time, and they have found out the prevalence of neural tube defect. Like neural tube defect, like it usually neural tube develops
during the first trimester. So ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ ഡോലുറ്റഗ്രാവിർ എടുത്ത പേഷ്യൻസിന് ആദ്യം അവർ പറഞ്ഞു വെച്ചാൽ 0.9% there was a rate of neural tube defects were observed. പിന്നെ later അവർ നോക്കിയപ്പോൾ so when they observed more and more pregnant women, it has significantly reduced. So only 0.3% of the women had developed neural tube defect. So and women on efavirenz had like neural tube defect higher the risk like 0.05% and on other ARVs also. So ഇത് വെച്ച് നമുക്ക് എന്ത് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ so dolutegravir is also safe, but there is some concern that if you are giving in the first trimester, they may develop neural tube defect, and this has to be very clearly discussed with the pregnant women. So this study very clearly proved that this is the prevalence, like what is the prevalence of neural tube defect if the dolutegravir നമ്മൾ pregnant women കൊടുത്താൽ. So what all are the like the teratogenic things which are happening in the if the child is born to those mothers who are taking dolutegravir based regimen. Let us move on to next. So risk versus benefit of dolutegravir. നമ്മൾ ഏത് ഡ്രഗ് കൊടുക്കുമ്പോഴും so there are certain good things, certain bad things. So നമ്മൾ റിസ്കും ബെനിഫിറ്റും അനലൈസ് ചെയ്ത് നോക്കിയിട്ട് so if നമ്മൾ benefits are more than risk, but still we will go ahead with the limited risk, right? So the benefit dolutegravir women of childbearing age benefit എന്തെന്ന് വെച്ചാൽ so better viral suppression നമുക്ക് കിട്ടും, and few maternal deaths വളരെ കുറവാണ്, and fewer because viral load is suppressed നമുക്ക് sexually transmissionum വളരെ കുറയും. So അതുപോലെ mother to child transmissionum because when there is no viral replication happening, so mother to child transmission നമുക്ക് കുറയാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. So and risk എന്തെന്ന് വെച്ചാൽ so already we discussed about this. So if the mother is taking dolutegravir, the mother can gain, like one of the side effect of dolutegravir is increased body weight. So they can gain rapidly, they can gain body weight, and where and then like infant of pregnant women may have like they may have very limited people may have neural tube defect. So already we have seen. So but നമുക്ക് ഇത് റിസ്കും ബെനിഫിറ്റും നോക്കിയാൽ so benefits കൂടുതലാണ് because we are having sustained viral suppression. ഇത് ഫസ്റ്റ് തിങ്. വേറെ എന്ന് വെച്ചാൽ ഇതിന്റെ ജനറ്റിക് ബാരിയർ is very high, like potent genetic barrier, so it won't become resistance very quickly. So and നമുക്ക് viral load കുറയുന്നത് കൊണ്ട് transmission from mother to child is like it is very very limited. So there are more benefits, but like because minimal neural tube defects have been encountered, what WHO states is like unless it is like a mother declines and opt out, like this still should be an option, and you blanketly namakku pregnant women idu kodukam paadilla nu namakku parayan pattathilla. So we cannot tell that like this regimen should not be given to the pregnant mothers. You have to weigh the benefit and risk. namakku mothers inde kude discuss cheyanam. adine shesham already if they have crossed first trimester, still it is safe to give. That is what WHO policy document on of 2019 brief. So അല്ലെങ്കിൽ നമുക്ക് mothers opt out ചെയ്യുന്നുണ്ടെങ്കിൽ so you can consider other regimens. So otherwise like there is no blanket contraindication for giving dolutegravir based regimen in the pregnant women. So in adult women and adolescent girls of childbearing age, like still like you can give dolutegravir based regimen, but you have to also advocate for appropriate effective contraception method if they are on dolutegravir based regimen. So in case women's they don't want to initiate on tenofovir, lamivudine, dolutegravir after adequate counseling, you can still consider. നമുക്ക് അവർ വേണ്ടാന്ന് പറയുന്നു. ഇപ്പം I am going to have a child, I don't want to have a dolutegravir based regimen. This can be discussed with them. അങ്ങനെ അവർ opt out ചെയ്യുകയാണെങ്കിൽ then you can consider providing them with efavirenz based regimen. So and but if they have crossed first trimester and then you are detecting they are pregnant, there is no need to change the regimen, so you can still go ahead with the same regimen. So ഇതുവരെ ഉള്ളതിന് എന്തെങ്കിലും doubts ഉണ്ടോ? So we will be discussing more about mechanism of action and so drug dosage and all. So എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ you can type in. So I am ready, like I'll wait for 1 minute to see the questions and we can proceed.
No questions? Okay, no questions. Let us move on. Okay, so we all know that like there are many drugs available, the many classes of drugs available for antiretroviral therapy. So നമുക്ക് അറിയാം വളരെ like ഒരു like there are many classes of drugs നമുക്ക് ART ട്രീറ്റ്മെന്റിൽ കൊടുക്കാനായിട്ട്. Oops, sorry. Yeah. If you see the common drugs used in the national program, which belongs to the nucleoside reverse transcriptase inhibitors. So you have zidovudine, stavudine was there, like lamivudine is there, like as a in the fixed dose combination, and abacavir. So these are the nucleoside reverse transcriptase inhibitors. You have then nucleotide reverse transcriptase inhibitor. So which like you have tenofovir, lamivudine. We have tenofovir and telofovir alafenamide. So that is like TAF, like which is less renal toxic drugs, which is available in the program. Then you have nevirapine and efavirenz, which are available in the program. You have raltegravir, currently available as second line, third line ART. So dolutegravir, like some states might like they will be receiving very soon. Like some might already have. So, but like every ART center in the country, எல்லாருக்கும் dolutegravir will be supplied by NACO very soon. So you will be using dolutegravir based regimen very soon. So then you have lopinavir, ritonavir, and atazanavir and darunavir. So these are the drugs which are available in the national programs, and there are other drugs also like CC and post attachment inhibitors like ibalizumab, like all those drugs are available. So you எல்லாருக்கும் அறியாம் zidovudine, lamivudine, stavudine, abacavir, this is the initial drugs like which were used in the program. So now we have moved to tenofovir based regimen, and now we will be moving tenofovir, lamivudine, efavirenz based regimen, and now we will be moving to the raltegravir, dolutegravir based regimen very soon. So we will see how we are going to move. We will see now. So these integrase inhibitors, like they act here, like that is from HIV DNA irundhu namakku adu integrate cheyan human cell il integrate cheyina E level lana. So idu kanikina E level lana integrase inhibitors work cheyan ponadu. So there are also like CCR5 inhibitors like before binding only which will act, but these drugs like dolutegravir and raltegravir will act at this level. So integration, when HIV DNA is going to get integrated into the human chromosome, so that point only these drugs are going to work. So this is the area where this drug will be acting, and this is preventing this incorporation of integration of this HIV DNA into the human host cell. So this step is prevented, so the cell doesn't get infected. That's how this drug works. Let us move on to the adverse effect which has been noted. So there are some of like ഇതിന്റെ ഇത്ര pros ഉണ്ടെങ്കിലും there are few cons also. So one of the side effect എന്തെന്ന് വെച്ചാൽ insomnia, like അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. So sometimes like, but this is again a transient thing which will go off after some time. Some people may develop headache, like very minimal population. They may have dizziness ഉണ്ടാകാം, കൂടുതലായിട്ട് വളരെ ടയർഡ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാം. And also like there may be allergic reactions, like you know very well, like ella dragonum allergic reactions varan sadhyatha undu. So but the number of people getting allergic reaction to dolutegravir is like very very minimal. If they are prone for already allergic history undengil, so then you have to be very careful and tell them to have frequent follow up and all. So and also already നമ്മൾ പറഞ്ഞതുപോലെ pregnant women നമ്മൾ one of the side effect പറഞ്ഞു അതെന്ന് വെച്ചാൽ weight gain. So increased associated with dolutegravir is associated with increased weight gain, but WHO says that appropriate ആയിട്ട് നമുക്ക് healthy diet എടുത്തിട്ട് exercise ചെയ്തു കഴിഞ്ഞാൽ, so you can prevent that unnecessary weight gain which happens due to dolutegravir based regimens. So these are the side effects which has been encountered with dolutegravir. So where like there are also drug interactions which has been found using many studies. So with amlodipine, like which is a anti-malarial drug, alternative anti-malarial drug.
So there is a drug-drug interaction. So you have to be careful when you are giving like dolutegravir based regimen. Carbamazepine. So again, so namak carbamazepine is one of the drug which is used for the treatment of epilepsy and all. Like നമുക്ക് ഫിറ്റ്സ് വരുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ്. സോ ഇങ്ങനെ ഫിറ്റ്സ് ഉള്ള ആൾക്കാർക്ക് already on carbamazepine based regimen ആണെങ്കിൽ you have to use dolutegravir twice daily. നമ്മൾ യൂഷ്വൽ ആയിട്ട് OD ആയിട്ട് കൊടുക്കും. ഇത് വന്നിട്ട് like twice because like this may have the like decrease the available concentration of dolutegravir for suppressing the viral load. So അതുകൊണ്ട് നമുക്ക് dosage increase ചെയ്യണം, അല്ലെങ്കിൽ you can switch to some other anti-epileptics instead of carbamazepine. So either you alternate the convulsant agent, ഫിറ്റ്സിനുള്ള ഡ്രഗ് മാറ്റി കൊടുക്കുക in consultation with your nodal officer, or like you have to increase the dosage of the dolutegravir. So then coming to phenytoin and phenobarbital, again idum fits in the drugs aanu. So when it should not be combined together because there are drug interactions. So you have to change the anticonvulsant to sodium valproate or other drugs. Okay. So then dofetilide, like this is an anti-arrhythmic drug. So again you have to consider other anti-arrhythmics when you are giving dolutegravir based regimen. So metformin. So metformin and dolutegravir, like it is like they are having a very they are having drug interaction potency. So namakku dolutegravir diabetic patients in already on metformin based regimen ulla patient namakku dolutegravir kodukkuvaanengil you have to limit the dose of metformin to 1000 milligram and monitor the like glucose control. So glucose namakku blood test cheyidittu glucose control engane irikkunnu constant aayittu monitor cheyanam, because there is a drug interaction between metformin and this dolutegravir. So if you are using Gelucel inganeyulla anti like antacids idinullathu allengi supplements zinc iron idokke kodukkumbo again it can have a interaction. So iron supplements allengi zinc supplements allengil Gelucel idine polulla antacids kodukkunna samayathu either you have to give these things like 2 hours before or 6 hours after dolutegravir. Antacids supplements okay, dolutegravir കൊടുക്കുന്നതിന് 2 hours മുൻപോ അല്ലെങ്കിൽ after 6 hours of taking dolutegravir you have to give these drugs. So this is very very important because നമുക്കറിയാം like patients like they may have a heartburn and heartburn ഉള്ളതുകൊണ്ട് അവർക്ക് ജെലുസിലൊക്കെ എടുക്കാൻ സാധ്യത ഉണ്ട്. So you have to very clearly instruct them because this will prevent the absorption of dolutegravir and decrease the concentration in blood. അതുകൊണ്ട് നമുക്ക് ഈ ഡ്രഗ് കൊടുക്കുന്നതിന് 2 hours മുൻപ് ആന്റാസിഡ് എടുത്തിരിക്കണം, അല്ലെങ്കിൽ after 6 hours they can have. So again one more important thing, we will be coming back to this later also. ഈ റിഫാംബസിന്റെ കൂടെ കൊടുക്കുമ്പോൾ it can have drug interactions. So you have to double the dose of dolutegravir. So and you have to give it for BD dose. In BD dose usually it is given OD, so you have to give BD dose. So we will see in upcoming slides like how the dose adjustment and engane kodukkanam, morning kodukkanam, evening kodukkanam ullathu namukku upcoming slides il kaanam. So how dolutegravir is proposed to be used under the national program in a phased manner. So namukku transition engane vachal, so first dolutegravir based regimen for treatment of HIV positive adults, adolescents and children weighing more than 20 kg or age more than 6 years. So 6 വയസ്സിന് കൂടുതൽ ഉള്ളവർക്കും 20 kg കൂടുതൽ ഉള്ളവർക്കും ഈ പുതിയ പേഷ്യന്റ് വരുമ്പോൾ like we will be initiating patients on dolutegravir based regimen. So dolutegravir regimen will be the preferred regimen. If a current preferred regimen in the national program, what is the current preferred regimen in the national program? Can you please type? ഇപ്പോൾ ഇരിക്കുന്ന preferred regimen എന്താണ്? Okay, so it is tenofovir, lamivudine, efavirenz. So now it is going to change. So you will get a office memorandum. Please wait for that. So like it is going to change. So now this TLV will be changed to dolutegravir based regimen. So this will happen after you get an office memorandum and the drug in your ART center. Okay, so these regimen will be preferred regimen, and slowly patient already tenofovir based regimen ulla patient slow ആയിട്ട് നമ്മൾ എല്ലാവർക്കും ഈ dolutegravir based regimen നമ്മൾ മാറ്റും. So selection of appropriate dolutegravir based regimen would depend on viral load suppression status. നമുക്ക് ഇപ്പോൾ അറിയാം like
because of lockdown viral load is happening, not happening. But otherwise, like namakku ellarum viral suppression undo nu ariyanayittu viral load, either you have a machine or you might have been linked to a machine in your area, so you know like how the viral suppression is, and based on that namakku ee dolutegravir switch cheyanam, because other drugs has to be adjusted also. And PLHAV on various ARV will be gradually shifted to dolutegravir based regimen in a phased manner. So ആദ്യം പുതിയ പേഷ്യൻസിന് കൊടുക്കുക, because this will be a preferred regimen, and then slowly you will be switching the patients already on other older regimen to a dolutegravir based regimen based on the viral load suppression. So but this will happen only after ഈ NACO ഈ പുതിയ ഓഫീസ് മെമ്മറൻഡം അയച്ചതിന് ശേഷം മാത്രം, and also you have to get the drug. So അതിന് ശേഷമേ നമുക്ക് ഇത് സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ അതുവരെ you have to wait for the guidance from NACO, but this will be happening very soon. So upcoming guidelines for first line ART regimen in ART, ഇപ്പോൾ ART തുടങ്ങാൻ പോകുന്നുള്ള പുതിയ പേഷ്യൻസിന് നമ്മൾ ഏത് regimen ആണ് കൊടുക്കാൻ പോകുന്നത്. So preferred first line ART regimen for all PLHAV whose age is more than 10 years and weight is more than 30 kg. So e patients in a preferred regimen will be tenofovir 300 mg, lamivudine 300 mg and dolutegravir 50 mg. Currently this FDC is not available, but it will be made available soon. That's what I hear from various sources. So this will come as a fixed dose combination, a single dose. So one tablet once daily at bedtime or any fixed time every day as per patient's convenience. Like e tablet during bedtime edukam, allengi patient, for example some patients may be like working in night shift and things like that, so they can take in the morning. So based on the patient's preference, namakku ee tablet oru guliya only once daily will be given if they don't have any other OIs or like any other like complications. So this will be the preferred regimen for HAV 1 num kodukam, HAV 2 num kodukam, and also for people those who are HAV 1 and 2. For all the new patients, I hope you are clear like what the regimen will be: tenofovir, lamivudine and dolutegravir based regimen, which will come as a fixed dose combination. So this ee guliya already nammal discuss cheyidu. So already nammal nevirapine based, nevirapine nu vechal this is a like NNRTA, non-nucleoside reverse transcriptase inhibitor. So idu nammal dolutegravir, it is a completely pudiya group aanu. It is a reverse like integrase inhibitor. So ee integrase inhibitor namakku already nevirapine exposed to the pregnant mothers num you can switch them, like if they are already exposed, still you can give dolutegravir based tenofovir, lamivudine, dolutegravir based regimen. So also this drug like dolutegravir on the based regimen vanittu ella TB patients num kodukam, hepatitis B and C patients num you can still give the same regimen as the preferred regimen. So women of childbearing age already nammal discuss cheyidhu pole, so you have to give the benefits and risks to the mother, like a pregnant lady, and then we can decide. But if it is more than first trimester, then you can go ahead with dolutegravir based regimen. So otherwise you have to consider other regimens. So you will get a like ee pudiya regimen initiate cheyan povunathu, first thing you have to get the drug, and also you will get a office memorandum from NACO. Adinu shesham you will be initiating this dolutegravir based regimen in your patients for all the new cases. So ART regimen in ART naive adults and adolescents alternate. So PLHAV with less than nammal idu preferred regimen idu nokiyadu endenu vechalu the body weight should be more than 30 kg and the age should be more than 10 years. So sorry. So if the weight is less than 30 kg, then what regimen should be provided? So you know very well, like for PLHAV whose body weight is less than 30 kg, you have to give abacavir, lamivudine 1 tablet and dolutegravir once daily. So weight 30 kg in koravanengil you have to give abacavir based regimen. All patients with high above upper limit of normal for serum creatinine values, calculate the creatinine clearance, and you can give abacavir 600 mg OD and lamivudine as per creatinine clearance and dolutegravir 50 mg once daily. So this is for if there is a renal compromise or something is there, so then you have to little bit you have to see the creatinine clearance, and you have to like little bit alter the dose of lamivudine, because namakku ellarkku ariyam lamivudine is one of the drugs which can
have a like adverse effect on kidneys. So you have to adjust the dose based on the creatinine clearance. So next, coming to sorry, PLHAV on rifampicin, like from TB patients and നമുക്ക് rifampicin based regimen എടുക്കുന്ന patientsന് ഈ dose adjustment ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് ഇങ്ങനെ ഈ സ്ലൈഡിൽ അറിയാം നമുക്ക്. So you can give dolutegravir based regimen for patients on anti-tuberculous therapy also. So what only thing is you have to give an additional dose, like നമുക്ക് OD dose ആണ് ആദ്യം പറഞ്ഞത് dolutegravir, but there here you have to give double the dose of dolutegravir. So first drug you will be giving tenofovir, lamivudine, dolutegravir once daily during the bedtime. So based on patient preference, so that will continue. But you have to give an additional dose, like, and you have to be very, very careful. If the additional dose kodukunnathu, you have to tell the patient to take like 12 hours apart. So you tell them to take in the morning the additional dose and evening the fixed dose combination. So additional dose num ഈ റെഗുലർ ആയിട്ട് എടുക്കുന്ന ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ ഡോസിനും അറ്റ്ലീസ്റ്റ് 12 hours ഡിഫറൻസ് ഇരിക്കണം. So again, this is very, very important, because if you are giving it together, again the drug availability of drug concentration in the blood will get reduced because of rifampicin. So it is necessary that at least 12 hours apart നമുക്ക് ഈ ഡ്രഗ് കൊടുക്കുന്നതിന് ലൈക്ക് ഡോൾറ്റഗ്രാവിർ അഡീഷണൽ ഡോസ് കൊടുക്കുന്നതിനും ഫിക്സഡ് ഡോസ് കൊടുക്കുന്നതിനും അറ്റ്ലീസ്റ്റ് 12 hours ഡിഫറൻസ് ഇരിക്കണം. So did you get that? How to give like patients who are on anti-tuberculous therapy on rifampicin. So there should be, till they are having rifampicin based drug ATT, you have to have like 12 hours apart. So 12 manikor regular ആയിട്ടുള്ള ഡോസിനും additional ഡോസിനും ഇരിക്കണം. Okay, clear. So coming to next group, that is females of reproductive age. So you can consider tenofovir, lamivudine, efavirenz based regimen. If efavirenz is contraindicated, so prior to then you can consider tenofovir, lamivudine, lopinavir, ritonavir based regimen. So you know very well, but when you are giving lopinavir, ritonavir, again you have to give 2 tablets BD. So like the drug burden is more if you are giving for this regimen. So but you have to leave the option to the mother, like to the lady, the women of childbearing age. They have to decide. അവർക്ക് ഇതിന്റെ സൈഡ് എഫക്റ്റും ഇതിന്റെ സയന്റിഫിക് ബേസിസും എല്ലാം പറഞ്ഞു കൊടുക്കുക. So this is the percentage of neural tube defect, like you can have this regimen, and if you don't want to have, നമുക്ക് alternate regimen പ്രോഗ്രാമിലുണ്ട്. സോ ഇങ്ങനെ ഡ്രഗ് എടുക്കാം, സോ ഇതിന് ഇത്ര ഗുളിക കഴിക്കണം, ഇതൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. So then we have to leave it to them, like they have to choose based on like what they want. They are like very well they have the option. അവർക്ക് ഈ opt out ചെയ്യാനുള്ള option always is there. Okay. Coming to second line regimen, so if the patient was on first line ART on zidovudine containing regimen and he has failed on like NNRTA, that is or a PA based first line regimen, the second line ART would be tenofovir, lamivudine and dolutegravir. So if like abacavir, like if tenofovir is contraindicated, then due to renal toxicity or something, then you can always consider abacavir based regimen. So zidovudine containing regimen first line ART, then failed, and currently patient is on NNRT and PA based first line regimen. So now you can consider like tenofovir, lamivudine, dolutegravir. Fine. So then if the patient's first line drug was tenofovir or abacavir containing regimen and failed on NNRT first line and PA based first line, so if the hemoglobin is less than 9 grams, yeah, so if the hemoglobin and the second line was zidovudine, lamivudine, dolutegravir, if the hemoglobin is 9 grams, so sorry, it should be more, yeah, sorry, yeah, so you can go ahead for dolutegravir OD plus lopinavir, ritonavir based regimen. So if INSTI based regimen has been failed, that is INSTI is integrase inhibitor, has failed, the raltegravir or dolutegravir has failed, so then you can consider for atazanavir, ritonavir. If raltegravir is failed, still you can consider for dolutegravir based regimen with lopinavir, ritonavir. So if the zidovudine, lamivudine, dolutegravir was the first line ART and failed on ISTI based regimen, so then the second line was tenofovir, lamivudine, atazanavir, ritonavir can be given.
So if multi-NNRTA exposed, NRTA exposed, so and failed on NNRTA based first line ART, you can give dolutegravir, lopinavir, and ritonavir. So if multi-NRTA exposed and PA based regimen failed, then PA based first line regimen failed, then you have to consider dolutegravir plus darunavir, ritonavir. So any PLHAV co-infected with TB receives BD dose of dolutegravir until the patient completes ADT and after the OD dose is continued. Like rifampicin irikkunnathu vare, you will be continuing on BD dose. So once they complete the rifampicin based ATT, then you will be continuing the OD dose for these patients. So all PLHAV co-infected with hepatitis B will be continuing on tenofovir lamivudine based regimen if they are not already on. So let us discuss once again. So if the first line ART is zerovidine containing regimen and failed on NNRT or PA based first line, second line ART tenofovir lamivudine dolutegravir will be the second line ART. So if tenofovir is contraindicated, please use abacavir in those patients. So like this will be the most common scenario, like the first one or the second option will be the most common scenario you will be encountering. So either zerovidine or tenofovir lamivudine efavirenz based regimen fails. So then what should be the second line ART to be given in these patients? So coming to the third line ART, so when you are considering, so when all the when a patient is on third line ART, like currently you are giving this regimen now, so you have to, when you consider for dolutegravir based regimen, so you have to see, so you have to give like already if they have failed, you will be giving dolutegravir twice a day plus darunavir and ritonavir. So we had seen in the last option, like if they had been already exposed on an INSTI based regimen, like and they have failed, so then you will be increasing the dose, like and also you will be increasing the dose of dolutegravir plus you will be substituting with darunavir and ritonavir based regimen if they were on atazanavir or atazanavir ritonavir or lopinavir ritonavir based regimen. So dolutegravir will be used in OD dose if the drug was never used. So iduvare namakku dolutegravir kodutillengile, so iduvare avaru expose aayitillengile, you can still consider of giving once daily dose in first if they have never been exposed. So any PLHAV co-infected with hepatitis B, again you have to consider additionally providing, even though it is not active against HIV, it will be active against the hepatitis B virus. So you have to consider tenofovir lamivudine based regimen if they were not already on. So this is for the third line ART. Again, there will be few guidelines upcoming for the ART naive children's, like how to start this dolutegravir based regimen in children. So as we have already discussed, namakku 10 years in the like if your weight is less than 20 kg and age below 6 years, like you cannot give dolutegravir based regimen. So in these patients namakku endu kodukam pattunnu vechale abacavir tenofovir kodukam pattathilla. So your weight is less than 20 kg and below 6 years of age, these children will be receiving abacavir, lamivudine and lopinavir ritonavir based regimen. So ippom namakku weight 20 to 30 kg and age is between 6 to 10 years aanengile namakku dolutegravir kodukam, but again less than 10 years you cannot give and less than 30 kg tenofovir is not recommended. So you will still continue with abacavir, lamivudine and dolutegravir based regimen. So more than 6 years you can consider giving dolutegravir based regimen if the weight is more than 20 kgs. So weight above 30 kg and the age is above 10 kg aanengile namakku tenofovir lamivudine adults nu kodukunnathu pole tenofovir lamivudine and dolutegravir based regimen kodukam. So but this will be given only after NACO censoring. NACO enu pudiya OM vandadinu sheshame ee children's nu ഈ സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ പുതിയ CLHAV ഈ സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ ഇതിനിരിക്കുന്ന ഈ ഫ്ലോ ചാർട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് കൺഫേം HIV ഇൻഫെക്ഷൻ either by virological or serological testing in children. സോ ട്രീറ്റ് ആൻഡ് സ്റ്റെബിലൈസ് അക്യൂട്ട് കണ്ടീഷൻ. നമുക്ക് എന്തെങ്കിലും OI ഉണ്ടെങ്കിൽ അത് ആദ്യം ട്രീറ്റ് ചെയ്ത് പേഷ്യൻറ്റിന് ക്വിക്കായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാം. ആൻഡ് അതർ ലാബ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ റീനൽ ആൻഡ് ഹീമോഗ്ലോബിൻ പാരാമീറ്റേഴ്സ് നമുക്ക് ചൈൽഡിന് ചെയ്യണം. So then if the children is children for who are less than 6 years of age and less than
20 kgs already പറഞ്ഞതുപോലെ abacavir, lamivudine, lopinavir, ritonavir based regimen കൊടുക്കാം because dolutegravir should not be given in the children less than 6 years of age. So between 6 years to 10 years and weight between 20 to 30 kg ആണെങ്കിൽ നമുക്ക് tenofovir കൊടുക്കാൻ പാടില്ല. പക്ഷേ abacavir with lamivudine and dolutegravir based regimen നമുക്ക് കൊടുക്കാം. So if children who are more than 10 years and weight is more than 30 kg ആണെങ്കിൽ then you have to just check for the renal parameters. Renal parameters എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ you have to give tenofovir based regimen. Otherwise you can give പ്രശ്നം ഉണ്ടെങ്കിൽ abacavir based regimen കൊടുക്കണം. If there are no renal issues ആണെങ്കിൽ you can go ahead with tenofovir, lamivudine and dolutegravir based regimen. This is for CLHAV. So ERT regimen in TB co-infected patient already for in children. So ഇത് സെയിം ആണ്. ലൈക്ക് വെയിറ്റ് വന്നിട്ട് 20 kg കുറവാണെങ്കിൽ ആൻഡ് ഏജ് ഇസ് ബിലോ 6 kg ആണെങ്കിൽ യു ഹാവ് ടു ഗോ ഹെഡ് വിത്ത് abacavir, lamivudine with boosted lopinavir, ritonavir because there will be a drug-drug interaction between PIs and rifampicin. So you have to double boost it and provide lopinavir, ritonavir, the double boosted PI കൊടുക്കണം, super boosting കൊടുക്കണം. And if the weight is 20 to 30 kg and age is 6 to 10 years ആണെങ്കിൽ abacavir, lamivudine, dolutegravir അതിന്റെ കൂടെ ഒരു additional dose കൊടുക്കണം. So we know very well that when should be the additional dose be given for like TB patients, those who are HIV positive and like whose weight is more than 20 kg and age is 6 to 10 years. So what is the drug regimen for children who are 6 to 10 years and and the weight is more than 20 to 30 kg, like weight is between 20 to 30 kg. ഇവർക്ക് എന്ത് റെജിമെൻ കൊടുക്കണം and how to give dolutegravir, how much time difference should be there while giving additional dose? Can you please type? Okay, yeah, so please remember, so whether it is adult or children, when there is HIV TB co-infection and anyone you have to initiate on like dolutegravir based regimen, you have to give an additional dose, and the additional dose should not be combined with the regular fixed dose combination. You have to give 12 hours apart. Like this is very, very important. Okay, so if the weight is more than 30 kg and the child is above 10 years anangili, you can go ahead with tenofovir, lamivudine and dolutegravir based regimen. But again here, if there is a TB co-infection and the patient is on rifampicin based regimen, so then you will be giving an additional dose 12 hours apart from the regular fixed dose combination. So recommended PEP regimen. So namakku with the post exposure prophylaxis change agan povayanu. So here also the tenofovir, lamivudine, dolutegravir based regimen once daily will be used. So the PEP should be started as early as possible and it has to be continued for 28 days. There is no change in duration of treatment, and as early as possible is much better. So within 2 hours means like your like PEP will be very actively working before the virus gets replicated and like virus gets integrated into the host cell, so that like the chances of getting infection will be very, very less if within 2 hours of exposure your PEP has been initiated. So the drug of choice for post exposure prophylaxis will be tenofovir, lamivudine, dolutegravir, one tablet once daily. So this is also going to change. So currently things will change after you get an official memorandum from NACO. So PEP drug for children. Children PEP drug zidovudine is recommended as per the preferred backbone for HIV PEP for children.
So abacavir lamivudine vanittu namakku if children are having less than 9 grams of hemoglobin, then you can consider abacavir. But otherwise zidovudine is very potent, so you can consider, like you have to give zidovudine based regimen. So TL can be given. If tenofovir namakku kodukkan pattum endenu vechal, if the child is more than 10 years and the weight is more than 30 kg, then you can consider of tenofovir lamivudine and dolutegravir based regimen. So third drug option are lopinavir, ritonavir or dolutegravir. Like lopinavir, ritonavir for children less than 6 years of age and weight 20 kg, and dolutegravir for children more than 6 years of age and a weight of like 20 kg. So നമുക്ക് വെയിറ്റ് 20 kg കൂടുതലാണ്, മോർ ദാൻ 6 ഇയേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡോൾറ്റഗ്രാവിർ കൊടുക്കാം. ലെസ് ദാൻ 6 ഇയേഴ്സ് ആണെങ്കിൽ യു ഹാവ് ടു give like lopinavir, ritonavir. You know very well, because the dolutegravir is not indicated for children below 6 years of age. So എങ്ങനെ നാക്കോ ട്രാൻസിഷൻ ചെയ്യാൻ പോകുന്നുള്ളത് ഈ അപ്കമിങ് സ്ലൈഡ്സിൽ കാണാം. So dolutegravir will be initiated in the first phase in the following categories of patients. So currently raltegravir based regimen ulla patients adyam they will be switching to dolutegravir based regimen. So then the patient who need to be switched to third line ART or to alternate second line ART, dolutegravir will be the preferred integrase inhibitor than raltegravir. So first, like raltegravir stocks if you are having, like that will be exhausted, and all patients currently on raltegravir based regimen will be like substituted with dolutegravir based regimen. അതിനുശേഷം ലൈക്ക് സ്വിച്ചിങ് ചെയ്യാൻ പോകുന്ന പേഷ്യൻസിന് either for second line or either third line or alternate second line ART കൊടുക്കാൻ പോകുന്ന പേഷ്യൻസിന് instead of raltegravir you will be giving dolutegravir based regimen. So this will be the phase 1 transition. So if the current regimen is raltegravir plus lopinavir, ritonavir, and if the patient is suppressed virologically, so suppressed virologically either the viral load is less than 1000 copies or the target is not detectable, viral load not detectable, inginolla patients in what you are going, your recommended dolutegravir based regimen will be lopinavir, ritonavir will be continued as BD, plus instead of raltegravir namakku dolutegravir suppress agum. So dolutegravir will be substituted. So again, if you do the viral load and viral load is suppress ayilla, so the viral load is more than 1000 copies per ml inginolla patients, because that means your drugs are not working. So current drugs are not working, but you have to check either viral load ചെയ്യുന്നതിന് മുമ്പ്, you know very well, you have to check the adherence of the patient. So if adherence is good and viral load is not suppressed, that means you may suspect the patient is failing. So in this situation, after doing viral load, നിങ്ങൾ darunavarum lopinavirന് പ്രകാരം you have to substitute with darunavir and ritonavir, and you have to give dolutegravir 50 milligram BD. So instead of once daily, because it is a failing regimen, because they have failed on raltegravir and lopinavir, ritonavir, so you are doubling the dose of dolutegravir plus you are giving darunavir, ritonavir for these patients if the viral load is not suppressed. So if the patient is on raltegravir and darunavir, ritonavir based regimen and the viral load is like suppressed, like for example, like he is having a viral load of less than 1000 copies, like 500 copies per ml, in these patients you will still continue with darunavir. You will be still continuing with darunavir and you will be substituting raltegravir with dolutegravir. So raltegravir prakaram you will be substituting with dolutegravir. So if the viral load is unsuppressed, so raltegravir, darunavir, ritonavir, viral load unsuppressed, same thing like we did earlier, you will be giving darunavir, ritonavir plus you will be doubling the dose of dolutegravir in these patients. So instead of 50 milligram OD, you will be giving BD, because you suspect this raltegravir and darunavir, ritonavir. Raltegravir is an integrase inhibitor, darunavir, ritonavir is a boosted pH, so both these regimens are not working and they are failing. So you will increase the dose of dolutegravir to BD and you will substitute darunavir, ritonavir with darunavir, ritonavir will be given in this patient. So thing is, like if you have a failing regimen, then you double the dose of dolutegravir in this patients. So hope the message is clear. So if a patient is multiple NRTA exposed with virological failure who need second line initiation, so in this patients the recommended regimen would be lopinavir, ritonavir, BD and dolutegravir once daily. So already multiple NRTA exposed patients on virological failure and need a second line ART initiation, so you will be
again like giving dolutegravir based regimen along with lopinavir ritonavir like as a like second drug. So in second line failure patients, 2 NRTA and PI who need third line ART. So third line ART already second line failure aanu third line ART kodukkan povunnundengil, so then you will be giving darunavir plus ritonavir plus dolutegravir will be the drug option for this patient, and but you will be monitoring the adherence and also the viral load will be monitored, whether they are having a viral suppression in this patient. So how these things will happen, like this will happen only after viral load testing is available. So in the current scenario you cannot decide. So if this lockdown continues, so then like the latest available viral load has to be taken in the last 6 months. നിങ്ങൾക്ക് പേഷ്യൻറ്റിന് ചെയ്ത ഏത് വൈറൽ ലോഡ് ഉണ്ടെങ്കിലും സോ ആ വൈറൽ ലോഡ് നോക്കിയിട്ട് ആൻഡ് പേഷ്യൻ്റ് അഡറൻസ് ത്രൂ കൗൺസിലിംഗ് നമ്മൾ examine ചെയ്തിട്ട്, so then you will decide on like what whether what regimen, whether they are suppressed or not, like based on that like you can initiate. Because like if it continues like and your viral load machines are not available for testing due to various other reasons, so you have to see the last 6 months viral load and take a decision on this. So but whenever you have doubts, always you are encouraged to contact your center of excellence or your SASAP experts and get an advice from them, so that like if they cannot avarku ningalku correct advice ചെയ്യാൻ പറ്റില്ലെങ്കിൽ they will write to NACO and clarity will be received and how to do that. So but all these things will take place only after NACO gives an office memorandum how to change it. This is just a sensitization, and please note that you will be again trained. എല്ലാവർക്കും again ART medical officers, counselors and nurses in a repeat training will be there before this regimen is being rolled out, like through Zoom platform or to NDLS and RDLS like repeatedly. So monitoring engane cheyanam ee second line ART patients in monitoring engane cheyannu vechaal, so body weight on every visit has to be done, because dolutegravir vanditte namakku ariyam like it will increase, like there is a weight gain associated with dolutegravir based regimen. So അതുപോലെ ട്രീറ്റ്മെന്റ് അഡറൻസ് ആൾറെഡി എല്ലാ റെജിമെന്റും നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ ഇതിനും ട്രീറ്റ്മെന്റ് അഡറൻസ് ഇസ് വെരി സ്ട്രിക്ട്ലി ഹാസ് ടു ബി ഫോളോഡ്. സോ ക്ലിനിക്കൽ മോണിറ്ററിംഗ് ഓഫ് OI ഹാസ് ടു ബി ഡൺ ഇൻ എവറി വിസിറ്റ്. ഫോറസ്റ്റ് സിംറ്റം എല്ലാ വിസിറ്റിലും ചെയ്യണം, ആൻഡ് T staging, ട്രീറ്റ്മെന്റ് staging ഹാസ് ടു ബി ഡൺ ഇൻ എവറി വിസിറ്റ്. If treatment adherence is poor or major OIs identified, initiate like you have to counsel the patient. OIs ഉണ്ടെങ്കിൽ ആ OIs treat ചെയ്യുക, and if adherence illengil, so you have to again counsel repeatedly and like verify the patient is taking and ensure that the patient takes the drug regularly without any interruption. So lab evaluation based on ART combinations used like every 6 months or symptoms directed right cheyanam. CD4 count will be done every 6 months, and you know very well that viral load should also be done every 6 months in all the patients. So the transition important point for ART centers, like first vanditte namakku raltegravir shall be utilized cheyanam. Namakku irikina raltegravir you can utilize it for the current patients, like those who are on raltegravir based regimens. Dolutegravir in BD dose for HIV TB patients, this is very very important. So on already പറഞ്ഞതുപോലെ 12 hours apart ആയിട്ട് കൊടുക്കണം additional till they are on rifampicin based regimen. So dolutegravir in OD dose for children, in case of children on raltegravir based regimen, if weight of child is more than 20 kg and age is 6 years, then raltegravir may be replaced with dolutegravir like 50 milligram OD. So you know very well, like unless the children is more than 6 years, like dolutegravir should not be given. Like child should be more than 6 years and weight should be more than 20 kg. So viral load testing for dolutegravir transition. So for PLHAV already on ART, viral load test should be done before transition of new regimen, and patient should have completed at least 6 months of ART on ARV regimen. If the viral load is suppressed, all transition should be done after a single suppressed viral load. So നമുക്ക് viral load check ചെയ്തിട്ട് ഒരു നമ്മ viral suppression ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് switch ചെയ്യാം, like from the current regimen to the dolutegravir based regimen. Viral load unsuppressed ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, so you have to pep up the counseling for this patient if adherence is an issue for 3 months. So while continuing the same regimen, നമ്മൾ അത് കഴിഞ്ഞിട്ട് then after the patient improves on adherence, do a second viral load. A second viral load il nama viral suppression undengile, then you can switch. Otherwise you have to consider, like even after keeping the adherence and the viral load is not suppressed, then you can go for
alternate options like us already we have discussed. So counselors in the chain is all PLHAV transition to dolutegravir based regimen should to be counted about rational like നമ്മൾ എന്തുകൊണ്ടാണ് ഈ പഴയ റെജിമെന്റിൽ നിന്ന് ഡൊലുടെഗ്രാവിർ ബേസ്ഡ് റെജിമെന്റിൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ള കാര്യം വന്നിട്ട് എല്ലാ കൗൺസിലേഴ്സും പേഷ്യന്റ് കൂടെ സംസാരിക്കണം. ബട്ട് ദിസ് യു വിൽ ഡു ദിസ് ഓൺലി ആഫ്റ്റർ ഗെറ്റിംഗ് ദ OM ഫ്രം നാക്കോ. സോ അഡൽട്ട് വിമനിൽ അവർക്ക് ഓപ്ഷൻസ് കൊടുക്കണം. സോ ഇതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്, ഇതൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്ട്. കൊച്ചിനുള്ള ട്രാൻസ്മിഷൻ കുറയും, പക്ഷേ ദർ ആർ ചാൻസസ് ദാറ്റ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്. സോ അങ്ങനെ ഉള്ള എല്ലാ ഇൻഫർമേഷനും കൊടുത്തിട്ട് അവർ just consent കൊടുക്കുവാണെങ്കിൽ you can continue on the dolutegravir based regimen. Otherwise you can switch to efavirenz based regimen as we have already discussed. So if a woman is identified to be pregnant after the first trimester, dolutegravir നമുക്ക് continue ചെയ്യാം because neural tube would have already been formed, so there is no major effect going to be there on the fetus. So counselors വേറെ എന്തെന്ന് വെച്ചാൽ so yeah, mothers in like very clearly you have to explain the how it helps in preventing the transmission from mother to child, and like also like sexual transmission and all. So ART center capacity building in Vendi, there will be separate training as I told you, and like blended training, clinical training already some people might have attended. So this will be modified based on the dolutegravir introduction, and you will be having those materials also available to you. One day training for all other concerned staff like care coordinator, counselors and data manager will be conducted. And ഇതിനുള്ള എല്ലാ മെറ്റീരിയൽസും നാക്കോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇന്നുള്ള സെഷനും ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് യു വിൽ ഗെറ്റ് എ റിപ്പീറ്റ് ലൈക്ക് റെക്കോർഡഡ് ലിങ്ക്. നിങ്ങൾക്ക് അത് റെക്കോർഡഡ് ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് സെഷൻസ് റിപ്പീറ്റ് ആയിട്ട് ലിസൺ ചെയ്യാൻ പറ്റും. ബട്ട് അഗൈൻ ലൈക്ക് മോർ ട്രെയിനിങ്സ് വിൽ ബി ദെയർ വെൻ ദ ഓഫീസ് മെമ്മറണ്ടം വിൽ ബി ഔട്ട്. So before initiation you will get an office memorandum, and also you will get the drug supplies എല്ലാ സെന്ററിലും വന്നതിന് ശേഷമേ ഇത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. So please wait for like a necessary notification from your SACS and NACO to start patients on dolutegravir based regimen. So hope you have understood the like information about dolutegravir based regimen, like why നമ്മൾ എന്തുകൊണ്ടാണ് ഈ റെജിമെന്റ് ട്രാൻസിഷൻ ചെയ്യാൻ പോകുന്നത്, ഈ ട്രാൻസിഷൻ ചെയ്യുന്നതിലുള്ള അഡ്വാൻറ്റേജസ്. സോ വാട്ട് ആൾ ആർ ദ തിങ്സ് യു ഹാവ് ടു ബി സ്പെസിഫിക്കലി മെൻഷനിങ് ടു ഈ പ്രഗ്നന്റ് വിമനും വിമൻ ഓഫ് ചൈൽഡ് ബിയറിംഗ് ഏജ്, പിന്നെ HIV TB പേഷ്യൻസിന് എങ്ങനെയൊക്കെ ഡ്രഗ് കൊടുക്കണം, ഇതൊക്കെ. ആൻഡ് ഫോർ സെക്കൻഡ് ലൈൻ ആൻഡ് തേർഡ് ലൈൻ drugs, like how you are going to change the raltegravir into dolutegravir in some of the regimen, how you are going to transition, ഇതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. So if you have any questions now we can talk, like we can discuss. So Calicut, abacavir, lamivudine, dolutegravir 50 milligram additional after 12 days. Okay, so you have typed for earlier question. So Dr. Parvati has typed some question I didn't understand. So can you type your question? There was some typo error. So Dr. Parvati, should we go? So lamivudine, if you want to do dose adjustment, lamivudine should be available. So you can discuss with your SACS and COE. So I think like there is a provision for like local purchase also. Like I am not sure, like if somebody the Kerala SACS in the so can you type regarding this? Can they purchase lamivudine single drug if renal dose adjustment has to be done in either in children or adult? Because like you may need lamivudine as a single drug if you want to adjust the dose, or there is a side effect. Jayachandran, can you type? Like they can buy, I believe, right? Or SACS can give them, SASAPs can decide. Yeah, there is a provision for procuring the drugs. Yes, so in annual action plan there is a provision, so you can contact, like SACS will contact cheyidale avaru they will send necessary information how you can procure and give. And this lamivudine single drug is available in India.
So can you please type in like what all are the like 3 key points you learned today? So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ 3 key points regarding dolutegravir based regimen, why it is being like implemented, what is the benefit, and like what all are the precautions we have to take. So just 3 points. Every site, like if you are able to type like എല്ലാവരും ഈ 3 key points, like എന്തുകൊണ്ട് നമ്മൾ ഡൊളിഗ്രാവിന്റെ ബെനിഫിറ്റ്സ് എന്താ, എന്തുകൊണ്ടാണ് ഇത് നമ്മൾ ട്രാൻസിഷൻ പ്ലാനിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോയെന്ന്, and one key special precaution you have to take while giving dolutegravir based regimen. So every center can type. Okay, so it is having like high genetic barrier for resistance, so it causes less resistance. It is easy viral load, like very quickly. It's not easy only, it is very quickly you get the viral load suppression, and it is less toxic and side effects as compared. So there are side effects, but like it is less as compared to other drugs. Okay, so any like other people, like can you add some more thing, some special precaution, like when you have to take special precaution when giving this drug? സോ എപ്പോഴാണ് നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഈ ഡോസ് അഡ്ജസ്റ്റ്മെന്റോ ഇല്ലെങ്കിൽ ലൈക്ക് ടൈം അഡ്ജസ്റ്റ്മെന്റ്, ഇതൊക്കെ എപ്പോൾ ചെയ്യണം, ലൈക്ക് ആർ ലൈക്ക് എനി അതർ തിങ്, ലൈക്ക് വെൻ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. സോ എപ്പോഴാണ് നമ്മൾ കെയർഫുൾ ആയിട്ട് ഈ ഡ്രഗ് കൊടുക്കണം, ഏതൊക്കെ പേഷ്യന്റിൽ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. കൗൺസിലർ കാലിക്കറ്റ് ഹാസ് മെൻഷൻ ദാറ്റ് effective against HIV 1 and 2 and like both, like either HIV 1 ഒന്നിനും കൊടുക്കാം, HIV 2ലും കൊടുക്കാം, and also you can also give for patients those who are having both HIV 1 and 2 infection. Ella patients nu kodukam. Okay, fine. Okay, so Dr. Parvati has typed like along with rifampicin you have to give like additional dose. What is additional dose kodukanam? So adu eppa kodukanam nu vechal already we asked this question. So you have to give it like 12 hours prior. So that means like one dose will be given in the morning, one dose during bedtime you can give. Okay, very good. So early pregnancy, Asha has typed like yeah, when giving this drug during early pregnancy, so it's not contraindicated like if they are already on dolutegravir, but you have to really like tell the benefits of this drug and the side effects of this drug on their like fetus, what is the percentage, then you have to tell them to decide like if they want to continue. If they don't want to continue no chale namakku tenofovir efavirenz based regimen lote switch cheyam. Okay, very good. Okay, so when HB low, so HB low, so you will be like mainly that was concerning to like zirovudine based regimen, you may be switching it to abacavir based regimen. Or like if the weight is more than 30 kg or child is more than 10 kg, there is no contraindication, you can go ahead with the tenofovir based regimen in all the patients. Sir, we don't have any patient on raltegravir now as first line. Okay, so then like then for these patients, like these people, those who are not having anyone on raltegravir, when NACO gives a go ahead for initiating on dolutegravir based regimen, when you get the FDC, like you can start with the new patients, those who are getting enrolled, if you don't have anyone on raltegravir based regimen. Okay, so children in less than 10, so children in less than 10, like dolutegravir can be still be given like more than 6 years. 6 വയസ്സിൽ കൂടുതലുള്ള കൊച്ചുകൾക്ക് നമുക്ക് ഡൊലുtegravir കൊടുക്കാം, പക്ഷെ tenofovir കൊടുക്കാൻ പാടില്ല. So if the weight is more than 10 kg, still tenofovir can be considered in this patient, and regular tenofovir amiodarone dolutegravir can be given if weight is more than 30 kg and child is more than 10 years of age. So less than 10 years നമുക്ക് കൊടുക്കാൻ പറ്റും. 6 to 10 years still dolutegravir can be given, but tenofovir shouldn't be given if like based on weight and age category. So yes, so any other questions? If there are no other questions, then we will stop. You can നമുക്ക് we will stop here. So വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. I'm available for another 2-3 minutes.
So hope the session was useful. But again, like I'm reiterating, you will get repeated trainings before ഇത് ART സെന്ററിൽ ഈ ഡ്രഗ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് you will be getting more and more training so that like you feel confident enough to initiate on dolutegravir based regimen. Okay, there are no questions. Then thank you all. Happy meeting you after after a long time we are meeting. Once again, I thank you all because you all people എല്ലാവരും ഈ എത്ര സ്ട്രെസ്ഫുൾ സമയത്തും എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. യു ആൾ ആർ അറ്റൻഡിങ് the RDLS sessions. Like really വളരെ നന്ദി. Like really hats off to all the ART center staff who are and the SAC staff also who are like doing a wonderful service for the people living with HIV now.